വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് തമിഴ്നാടു ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന B.Ed കോഴ്സിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റായ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലെ കുറച്ച് ടോപ്പിക്കുകളായിരുന്നു നോക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് എന്താണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ഇതൊരു 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിനുള്ളിൽ നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ അധികം സമയം കളയണ്ട, ലെറ്റ് സ്റ്റാർട്ട്. Environmental education. What is environmental education? So the meaning and the definition. മീനിങ്ങും ഡെഫിനിഷനും ചോദിക്കുമ്പോൾ രണ്ടിലും പറയുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് സെയിം തന്നെയാണെങ്കിൽ പോലും ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെയോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ്റെയോ അവർ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ, അവർ കൊടുത്തിട്ടുള്ള മീനിങ് ആണ് ഡെഫിനിഷനായിട്ട് നമ്മൾ പറയേണ്ടത്. വേറിൻ മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ദ മീനിങ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, നമ്മളത് പഠിച്ചതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്, അതാണ് മീനിങ്ങിൽ എഴുതി വയ്ക്കേണ്ടത്. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ മീനിങ് ആൻഡ് ദ ഡെഫിനിഷൻ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ മീനിങ്. Environmental education is an interdisciplinary learning process that aims at equipping people with the knowledge, attitude, skills, and motivation that they need to help people to resolve environmental issues. So, എന്താണ് environmental education? Environmental education എന്ന് പറയുന്നത് ഒരു ഇന്റർഡിസിപ്ലിനറി ലേണിംഗ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ ഇതൊരു പ്യുവർ ഡിസിപ്ലിൻ അല്ല. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ് എന്നെല്ലാം പറയുന്നത് പ്യുവർ ഡിസിപ്ലിൻ ആണ്. പക്ഷേ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ആണ്. എന്താണ് ഇന്റർ ഡിസിപ്ലിനറി, എന്താണ് ഇൻട്രാ ഡിസിപ്ലിനറി, എന്താണ് ട്രാൻസ് ഡിസിപ്ലിനറി എന്നെല്ലാം നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ B.Ed കോഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. സോ ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് പ്രോസസ് ആണ്. എന്താണ് ഇതിന്റെ എയിം? ദാറ്റ് എയിംസ് അറ്റ് എക്യുപ്പിംഗ് പീപ്പിൾ വിത്ത് ദ നോളേജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ. അപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക്, പഠിക്കുന്ന ആൾക്കാരിൽ അറിവുണ്ടാക്കുക, അവരിൽ ഒരു നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, സ്കിൽസ് ഉണ്ടാക്കുക, ആൻഡ് മോട്ടിവേറ്റ് ദം ടു ഹെൽപ്പ് പീപ്പിൾ. മറ്റുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക. മറ്റുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്ത ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക. ഫോർ വാട്ട്? ടു റിസോൾവ് ദ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ മീനിങ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ: Environmental education is a way of implementing the goals of environmental protection. It's not a separate branch of science. It should be carried out as a lifelong integral education. Definition by UNESCO. So according to UNESCO പറയുന്നത് environmental education എന്ന് പറയുന്നത് it is a way, ഒരു വഴിയാണ്. എന്തിനുള്ള വഴിയാ? ടു ഇംപ്ലിമെന്റ് ദ ഗോൾസ് ഓഫ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴി, അതിനുള്ളൊരു വഴിയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഒന്നല്ല, ജസ്റ്റ് ലൈക്ക് ഫിസിക്സ്, മാത്സ് ഓർ കെമിസ്ട്രി. ഇത് ഒരു ഇന്റർ ഡിസിപ്ലിനറിയാണ്. എല്ലാത്തിലും കണക്ട് ചെയ്തിട്ടുള്ള, എല്ലാ ഡിസിപ്ലിനറീസും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ആസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഒരു ലൈഫ് ലോങ് ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ ആയിരിക്കണം ഇത്. അല്ലാതെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 5th സ്റ്റാൻഡേർഡ് വരെ മാത്രം പഠിക്കാവുന്ന, അല്ലെങ്കിൽ 5th ടു ഹയർ ക്ലാസ്സസിൽ മാത്രം പഠിക്കേണ്ടുന്ന, സെക്കൻഡറി എഡ്യൂക്കേഷനിൽ മാത്രം ആവശ്യമുള്ള, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ മാത്രം ആവശ്യമുള്ള ഒരു കാര്യമല്ല ഇത്. സ്റ്റാർട്ടിങ് ഫ്രം ദ pre-primary classes to the end of to the tomb, it should be carried out. This is the definition by UNESCO. Moving on to the characteristics of environmental education. Environmental education is to provide learning experiences. Environmental education focuses on diverse learning environment. Environmental education main
പർപ്പസ് എന്ന് പറയുന്നത് ഈസ് ടു പ്രൊവൈഡ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റിനെ പഠിക്കുക. ഇപ്പോൾ പല ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വാട്ടർ ബോഡീസ് ആവാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആവാം, അല്ലെങ്കിൽ ലാൻഡ് ആയിരിക്കാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് എൻവയോൺമെന്റിനെ പറ്റി പഠിക്കുക, അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ലേണേഴ്സ് ടു ഡിസ്കവർ ദ സിംറ്റംസ് ആൻഡ് റിയൽ കോസസ് ഓഫ് എൻവയോൺമെന്റൽ പ്രോബ്ലം. സോ ഇറ്റ് ഹെൽപ്സ് ദ ലേണേഴ്സ്, പഠിക്കുന്ന ആളെന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പഠിക്കുന്നത് വഴി ഹി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ കോസ് ഓഫ് എൻവയോൺമെന്റൽ പ്രോബ്ലം. എന്തുകൊണ്ടാണ് എൻവയോൺമെന്റൽ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഭൂമിയിലെ താപനില എല്ലാ വർഷം കൂടുന്തോറും ഇൻക്രീസ് ആവുന്നത്, അതിനെ പറ്റിയിട്ടുള്ള റിയൽ കോസ്, റിയൽ കാരണം, ഇതിനൊക്കെ പുറകിലുള്ള ശരിയായ കാരണത്തെ മനസ്സിലാക്കാൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. സോ when you want to know the real, if you know the real reason and you want to solve it, നമ്മൾ എന്ത് ചെയ്യും, തിങ്ക് ചെയ്യും എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് പവർ കൂടും, പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഓൾസോ ഡെവലപ്സ് ഓർ മോഡിഫൈസ് ആൻഡ് ഇംപ്രൂവ്സ് upon existing attitude and values towards environment as we learn. ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അവയർനെസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എൻവയോൺമെന്റിനോടുള്ള സെൻസിറ്റിവിറ്റി ആയിരിക്കില്ല ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടായിരിക്കുക. ബിക്കോസ് ഹി നോസ് മോർ അബൌട്ട് ദ എൻവയോൺമെന്റ്, മോർ അബൌട്ട് ഇറ്റ്സ് പ്രോബ്ലംസ്. സോ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടാവും, വ്യൂസ് മാറിയിട്ടുണ്ടായിരിക്കും, ദെൻ വാല്യൂസ് ടുവേർഡ്സ് എൻവയോൺമെന്റും മോഡിഫൈഡ് ആയിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ് ആസ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് യുനെസ്കോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ഇറ്റ്സ് എൻ interdisciplinary discipline. The 6 aspects of environmental education. Environmental education is based on these 6 aspects. What are these aspects? എന്തൊക്കെയാണ്, എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇരിക്കുന്നത്? സോ ഇറ്റ് ടെൽസ് യു അബൌട്ട് ദ നാച്ചുറൽ സോഴ്സസ്, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്. നാച്ചുറൽ സോഴ്സസ് എന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ലാൻഡ്, എയർ, വാട്ടർ, മിനറൽസ്, ഫോറസ്റ്റ്, ഫുഡ് ആൻഡ് എനർജി റിസോഴ്സസ്. So environmental education will tell you about what is land, what is air, what is water, what is minerals, what is a forest, what are the types of forest, what is food, what is energy resources, and the problems related to these natural resources, land resources, forest resources, water resources, mineral resources, food resources and energy resources. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോബ്ലംസ് എന്താണ്? ഇപ്പോൾ പ്രോബ്ലംസ് നമുക്ക് ഏതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് പഠിച്ചു, എന്തൊക്കെയാ പ്രോബ്ലംസ് എന്ന് ഇപ്പം നമുക്കറിയാം. ദെൻ വി ഷുഡ് നോ, വി ഷുഡ് ലേൺ അബൌട്ട് ദ സൊല്യൂഷൻസ്. സോ നെക്സ്റ്റ് ഈസ് സൊല്യൂഷൻസ് ഫോർ ദ നാച്ചുറൽ പ്രോബ്ലംസ്. കൺസേർവ് ദ ബയോഡൈവേഴ്സിറ്റി, സേവ് ദ എനർജി, reduce the usage of paper, avoid plastic items. So ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് environmental education will give you an idea. The second aspect is environmental pollution and hazards. Environmental pollutions like land pollution, water pollution, air pollution, noise pollution, light pollution എന്നതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ നമുക്ക് ലഭിക്കുന്നു. Environmental hazards like tsunami, landslide, volcano eruption, flood, cyclone, forest fire, nuclear accidents and industrial accidents. ഇതിനെല്ലാം പറ്റി നമുക്കൊരു അവയർനെസ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. The third aspect is other environmental problems. So now ഇപ്പം നമ്മൾ കുറേ എൻവയോൺമെന്റൽ ഹസാർഡ്സിനെ പറ്റി നോക്കി. ഇനി ഇതൊന്നും അല്ലാത്ത വേറെ കുറച്ച് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ലൈക്ക് ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്ട്, ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, ആസിഡ് റെയിൻ, എക്സ്റ്റൻഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. സോ ഫ്ലോറ ആൻഡ് ഫോണ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോണ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലിവിങ് ഓർഗാനിസംസ് വിച്ച് ക്യാൻ മൂവ് ആൻഡ് വിച്ച് കനോട്ട് മൂവ്, ഈ രണ്ട് ഇതിനെയാണ് നമ്മൾ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ഫോർത്ത് ആസ്പെക്ട് ഈസ് എൻവയോൺമെന്റൽ കൺസർവേഷൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ലൈക്ക് ക്രിയേഷൻ ഓഫ് ജീൻ ബാങ്ക്, solar power project, rainwater harvesting, development of forest.
ജീൻ ബാങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീൻസ് എല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്കുകളാണ്. സോ ദാറ്റ് ഏതെങ്കിലും ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആവുകയാണെങ്കിൽ അതിനെ ബ്രിങ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ജീൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. യു നോ അബൌട്ട് സോളാർ പവർ പ്രൊജക്ട് ആൻഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഇപ്പോൾ നമ്മൾ കെട്ടിടങ്ങളൊക്കെ നിർമ്മാണത്തിന് ഇപ്പോൾ അത് താമസത്തിന് വേണ്ടിയുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പോലും റെയിൻ വാട്ടറിന് പ്രിസർവ് ചെയ്യാനുള്ള ടാങ്ക്സ് ഉണ്ടാവണം എന്നുള്ളത് ഇപ്പോൾ ഒരു നിർബന്ധമായിട്ട് നമ്മുടെ വില്ലേജും മുനിസിപ്പാലിറ്റി എല്ലാം പറയുന്നുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഫോറസ്റ്റ്. Okay, and then fifth aspect is environmental management and protection, so which includes soil management, water management, waste management, disaster management, establishment of international organizations. Finally, the sixth aspect is environmental education in school curriculum. So providing environmental education at various levels of education approaches in providing environmental educations. സോ എൻവയോൺമെൻറ്റൽ അവസാനം നമ്മൾ ചെയ്യുന്നതാണ്, അവസാനത്തെ ആസ്പെക്റ്റ് ആണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം. സ്കൂൾ കരിക്കുലത്തിലേക്ക് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരാം. ഇപ്പം ഓരോ ലെവൽസിലും എത്രമാത്രം എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. ഇനി എന്തിനാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരേണ്ടത്? എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ: ടു ഡെവലപ്പ് ആൻ അവയർനെസ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് സെൻസിറ്റിവിറ്റി ടു ദ എൻവയോൺമെൻറ്റ്, to develop an knowledge about the variety of experiences of the environment, to develop a basic understanding of the problems of the environment, to develop attitude, to develop set values and feelings towards the environment, to develop skills for solving the environmental problems, to develop an ability of evaluating environmental components of environmental programs. ഇപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്? നമ്മൾക്കുള്ളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ട്, ദെൻ നോളേജ് ഉണ്ടാക്കുക പല ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ട്, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലംസ് ഓഫ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ, എൻവയോൺമെൻറ്റൽ പ്രോബ്ലത്തിനോട് നമുക്കൊരു സെറ്റ് വാല്യൂസ് ഉണ്ടാക്കുക, ഫീലിങ്സ് ജനറേറ്റ് ചെയ്യുക, ദെൻ അത് സോൾവ് ചെയ്യാനുള്ള സ്കിൽസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. Next, why environmental education is important? Because environmental education is essential for the self-fulfillment and the social development of the child and the adult. ഒരു അഡൾട്ടിൻ്റെയും ചൈൽഡിൻ്റെയും സോഷ്യൽ ഡെവലപ്മെൻറ്റിന് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഒരു മസ്റ്റാണ്. ഫുഡ് ചെയിൻ, എക്കോളജിക്കൽ ബാലൻസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുട്ടിക്ക് മനസ്സിലായിരിക്കണമെങ്കിൽ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കൂടിയേ തീരൂ. നല്ലൊരു ലിവിങ് കൾച്ചർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്, ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണമെങ്കിൽ, അതിനെപ്പറ്റിയൊക്കെ അവയർനെസ് ഉണ്ടാക്കണമെങ്കിൽ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് ലാസ്റ്റ്, സ്കോപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ പഠിച്ചാലുള്ള ഗുണം എന്താണ്? ഇപ്പോൾ സൊസൈറ്റിയിൽ ഇതിന് ഗുണമുണ്ട്, എക്കണോമിക്കലി ഇതിന് ഗുണങ്ങളുണ്ട്, എൻവയോൺമെൻറ്റലി ഗുണങ്ങളുണ്ട്. എന്താണ് സൊസൈറ്റി ഗുണം? സൊസൈറ്റിയിൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനൊക്കെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഈസ് എ മസ്റ്റാണ്. എക്കണോമിക് പരമായിട്ട് കൺട്രിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, പിന്നെ പ്രീ പ്ലാൻഡ് ലോങ് റേഞ്ച് പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കാൻ, കോസ്റ്റ് സേവിങ്സിന് വേണ്ടിയിട്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ മസ്റ്റാണ്. എൻവയോൺമെൻറ്റിന് എങ്ങനെയാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ബെനിഫൈഡ് ആവുന്നത്? റിസോഴ്സ് മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഹാബിറ്റേറ്റ് റിസ്റ്റോറേഷന് വേണ്ടിയിട്ട്, പ്രിസർവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ വി ക്യാൻ ഡെവലപ്പ് എ സസ്റ്റൈനബിൾ ലിവിങ് ഓർ സസ്റ്റൈനബിൾ എൻവിറോൺമെൻറ്റ്. അപ്പോൾ സോഷ്യലി, എക്കണോമിക്കലി, എൻവിറോൺമെൻ്റലി ഇറ്റ് ഹാസ് സ്കോപ്പ്. സോ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ എല്ലാ 3 റീജിയണിലും നമുക്ക് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഡെവലപ്പ് എ സസ്റ്റൈനബിൾ living style or a sustainable environment. So that's what in the first unit of environmental education. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can comment below. Thank you.